ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സെറാസ് വ്ളോഗ്സ്. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഒരു കുഞ്ഞു വ്ളോഗാണിത്. അപ്പോൾ ഓണത്തിൻ്റെ അന്ന് ഞാൻ സെറയും കൂടെ എൻ്റെ വീട്ടിൽ പോയിരുന്നു കേട്ടോ. അവിടെ വെച്ചായിരുന്നു നമ്മുടെ ഓണാഘോഷമൊക്കെ, ചെറിയ രീതിയിലുള്ള ഒരു ഓണാഘോഷം. രാവിലെ തന്നെ സെറയുടെ കൂട്ടുകാരും കൂടെ പോയിട്ടാണ് ഈ പൂക്കളൊക്കെ പറിച്ചെടുത്തുകൊണ്ട് വന്നത്. കുറച്ച് പൂക്കൾ മാത്രമേ നമ്മൾ വാങ്ങിയായിരുന്നു. അപ്പോൾ കുട്ടികളെല്ലാവരും കൂടെ പൂക്കളത്തിൻ്റെ പരിപാടി നോക്കുകയാണ്. നമ്മൾ കിച്ചണിൽ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഇത് പാക്കറ്റ് ചപ്പാത്തിയാണ്, അതുപോലെ തന്നെ ചിക്കൻ കറിയുണ്ട്, ചായയൊക്കെ അവിടെ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഗീതു ആണ്. എൻ്റെ ചേച്ചിയുടെ മരുമോളാണ് ഗീതു. അവളുടെ കല്യാണം ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് നടന്നത്. അപ്പോൾ അവൾ ഇന്നലെ വൈകുന്നേരം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ അവളെ ഏൽപ്പിച്ചിട്ട് ഞാനും നാത്തൂനുമാണ് ഉച്ചയ്ക്ക് തൂണിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അങ്ങനെ ഓരോ ജോലി ഓരോരുത്തരെ ഇങ്ങനെ ഏൽപ്പിച്ചേക്കുകയാണ്. അപ്പോൾ ഇതാണ് ഗീതു. അപ്പുറത്ത് നിൽക്കുന്ന എൻ്റെ ആങ്ങളെയും നാത്തൂനുമാണ്. യൂട്യൂബ് വീഡിയോ ഇടാനാണ് ഞാനത് എടുക്കുന്നതെന്നൊന്നും അവർക്ക് രണ്ടാൾക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ നമ്മുടെ ഡാർജിലിംഗുകാരി വന്നിട്ടുണ്ട്. അത് ഈ വീട്ടിലെ മരുമോളാണ് ഡാർജിലിംഗുകാരി. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് കുക്കിങ്ങും കാര്യങ്ങളൊന്നും അറിയത്തില്ല. പുള്ളിക്കാർ വീട് ക്ലീൻ ആക്കും, അതാണ് പുള്ളിക്കാരുടെ മെയിൻ പരിപാടി. അപ്പോൾ പുള്ളിക്കാരി രാവിലെ ആ ജോലിയാണ്. അപ്പോൾ പിള്ളേരൊക്കെ ഇവിടെ ഇരുന്നിട്ട് പൂക്കളൊക്കെ റെഡിയാക്കുന്നുണ്ട്. അത്തപ്പൂക്കളൊക്കെ ഇടാനുള്ള പരിപാടിയാണ്. ഇവർ 4 പേരാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ പിള്ളേരാണ്, അവർക്ക് അറിയാവുന്ന രീതിയിലൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്തെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഗീതും കുറേ ഇന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗീതു കിച്ചണിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞപ്പം നേരെ ഇവിടെ വന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ മാറി മാറി ഓളിനോളായിട്ട് അവൾ നടക്കുകയാണ്. അടുത്തതാ ഇവിടെ ഇലയൊക്കെ റെഡിയാക്കുന്നത്, അതും ഗീതു തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ മൂത്ത മരുമോൾ ഇവിടെ ഇല്ല, പുള്ളിക്കാരത്ത് ജോലി സ്ഥലത്താണ്, വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവളെ ഞങ്ങളെല്ലാവരും ഒരുപാട് മിസ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ ഓടി നടന്ന് ചെയ്യുന്ന അവളാണ്. അപ്പോൾ ഇത് അത്തപ്പൂക്കളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ ചെയ്തതുകൊണ്ട് തന്നെ അത്ര വലിയ പെർഫെക്ഷനും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ പോലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കുളിച്ച് ഒരുങ്ങി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കിച്ചണിലേക്ക് ചെന്ന് നോക്കുമ്പോൾ പായസം അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസം. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഞാൻ കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ബാക്കി കാര്യത്തിനൊക്കെ പോയത്. സേറയും റെഡിയായി വന്നിട്ടുണ്ട്. സേറ ഇത് കഴിഞ്ഞ വർഷത്തെ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഈ വർഷത്തെ ഡ്രസ്സ് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം അത് തന്നെ മതി എന്ന് പറഞ്ഞാൽ ഈ ഡ്രസ്സ് തന്നെ ഇട്ടു. എല്ലാവരും റീൽസും ഫോട്ടോസും ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അവരെ വിളിച്ചുകൊണ്ട് വന്നു. ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിൽ കറികളും ഒക്കെ ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കണം. അപ്പോൾ സേറ ആണെങ്കിൽ ഭയങ്കര വിശപ്പെന്ന് പറയുന്ന ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സേറയും കുഞ്ഞു മക്കളൊക്കെ ആദ്യം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അവർക്കൊക്കെ എടുത്ത് കൊടുത്തതിന് ശേഷം സമാധാനമായിട്ടിരുന്ന് ഞങ്ങൾക്ക് കഴിക്കാം. ഇത് ഞങ്ങളുടെ പഴയ വീടായിരുന്നു കേട്ടോ. അത് പുതുക്കി പണിയാണിപ്പോൾ. അപ്പോൾ മെയിൻ്റെനൻസ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ളൊരു കോലത്തിൽ വീട് കാണുന്നത്. അങ്ങനെ സേറയുടെ ഫ്രണ്ട്സൊക്കെ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. കഴിക്കാനിരിക്കുന്ന സമയത്ത് എന്തൊക്കെയോ പറഞ്ഞ് വഴക്ക് കൂടുന്നുണ്ട്. അപ്പോൾ ഇത് സേറയുടെ കസിനാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവർ 3 പേരും സേറയുടെ കസിൻസാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞു മാവയാണ്. ഇവൾക്ക് പനിയും ശ്വാസം മുട്ടലുമാണ്. ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുവന്നതാണ്. അതുകൊണ്ടാണ് പുള്ളിക്കാരത്ത് ഇങ്ങനെ ഇരിക്കുന്നത്. സീന ആണെങ്കിൽ മുടിയിൽ അരളിപ്പുമാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ തലയിൽ വെച്ചിരിക്കുന്നത് കാണാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഡാർജിലിംഗുകാരിയെ ഇവരെല്ലാവരും കൂടി സാരിയൊക്കെ ഉടുപ്പിച്ച് സുന്ദരിയാക്കിയിട്ടുണ്ട്. സെറ്റ് സാരിയും ബ്ലൗസൊക്കെ കൊടുത്ത്. പുള്ളിക്കാരി ടീച്ചറാണ്, ബാംഗ്ലൂർ. ലീവിന് വന്നതാണ് 2-3 ദിവസത്തേക്ക്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും ഇനി വെളിയിലേക്ക് ഇറങ്ങി കുറച്ച് നല്ല വായു ശ്വസിക്കുകയും ചെയ്യാം, റീൽസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഇവിടെ കാണുന്ന മൊത്തം റീൽസിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളുമാണ്. ഈ വീഡിയോ കോൾ ചെയ്യുന്ന എൻ്റെ മോനാണ്. അവൻ ബാംഗ്ലൂർ BSc നഴ്സിങ്ങിന് പഠിക്കുകയാണ്. അപ്പോൾ അവന് ഓണത്തിന് ലീവില്ലായിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഡാൻസും റീൽസിൻ്റെ ഒക്കെ തിരക്ക് കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ഡാർജിലിംഗുകാരിയോട് നമുക്ക് കുറച്ച് സംസാരിക്കാമെന്ന്. കാരണം പുള്ളിക്കാരത്തിയുടെ ആദ്യത്തെ ഓണം സെലിബ്രേഷനാണിത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള ഓണം സെലിബ്രേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. ഓണം ആഘോഷിക്കാൻ വേണ്ടി തന്നെ ബാംഗ്ലൂരിൽ നിന്ന് 3 ദിവസത്തെ ലീവിന് വേണ്ടി വന്നതാണ് പുള്ളിക്കാരത്തി. അപ്പോൾ അവളോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഗീതുവാണ്. അപ്പം ഗീതുവിന് കുറച്ച് ഹിന്ദിയൊക്കെ അറിയാവുന്നതുകൊണ്ട് ഗീതുവാണ് ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ചോദിക്കും. आज का ओणम फेस्टिवल कैसे लगा? अच्छा लगा। अच्छा मतलब बहुत अच्छा, मज़ा आया। और ओणम का क्या मतलब खाना खाया? हाँ। कैसे? अच्छा, चावल और പായസം.
हाँ टेस्टी है और क्या बोलूं അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവളും കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നെ ഭയങ്കര ചിരിയും സംസാരമൊക്കെ ആയി. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ കഴിഞ്ഞു. ഇനി നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഇനി വീണ്ടും പോയിട്ട് ഇവരെല്ലാവരും ഡ്രസ്സൊക്കെ മാറിയിട്ട് വേണം ഇനി ഡാൻസും ഗാനമേളയൊക്കെ തുടങ്ങാൻ. എല്ലാവരോടും ഞാൻ പറഞ്ഞു എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടൊരു ഹാപ്പി ഓണം പറയാൻ. അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി ചിരിക്കുകയാണ്. 4, 3, 7 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, പിന്നെ ഞങ്ങൾ എന്തിനാണ് ഹാപ്പി ഓണം പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ്. അപ്പോൾ കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കലുകളും ചിരിയും കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോകാൻ പോവാണ്. അങ്ങനെ വൈകുന്നേരം ഒരു 5-5:30 തുടങ്ങിയ ഡാൻസും ഗാനമേളയൊക്കെ തീർന്നപ്പോൾ പിറ്റേന്ന് വെളുപ്പിന് 3 മണിയെങ്കിലും ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതുപോലെ എൻജോയ് ചെയ്തോട്ടെ. വല്ലപ്പോഴും ആണ് ഇങ്ങനെ എല്ലാവരും ഒത്തുകൂടുന്നത്. ചേച്ചിയുടെ ഹസ്ബൻഡും ചേച്ചിയുടെ ഇളയ മോനുമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.